ഹലോ കുട്ടികളെ, നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ്? 3 പ്രോബ്ലംസ് ആണുള്ളത്. അത് ഏത് തരം ഇക്കോണമി ആണെങ്കിലും എല്ലാ ഇക്കോണമിയും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അതായത് ഒരു ഡെവലപ്ഡ് ഇക്കോണമി ആണെങ്കിലും ഡെവലപ്പിംഗ് ഇക്കോണമി ആണെങ്കിലും റിച്ച് ഇക്കോണമി ആണ് അല്ലെങ്കിൽ പുവർ ഇക്കോണമി ആണെങ്കിലും അതല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കോണമി ആണെങ്കിലും ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആണെങ്കിലും മിക്സഡ് ഇക്കോണമി ആണെങ്കിലും എല്ലാ തരത്തിലുള്ള ഇക്കോണമീസും ഫേസ് ചെയ്യുന്ന അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇക്കണോമിക് പ്രോബ്ലംസ് ആണ്. എന്തൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. രണ്ടാമത് ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് ഉൽപ്പാദിപ്പിക്കണം, അതും എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇനി അതിൻ്റെ കാരണങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഇക്കണോമിക് പ്രോബ്ലം വരുന്നത്? ഒരു ഇക്കോണമിയിൽ അല്ലെങ്കിൽ ഏതൊരു ഇക്കോണമിയിലും ഈ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് കാരണങ്ങൾ? വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് മീൻസ് ഓർ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. പരിമിതമായ റിസോഴ്സസ് ആണ്, ആഗ്രഹങ്ങളാണെങ്കിൽ അനന്തമാണ്. ദെൻ മീൻസ് അല്ലെങ്കിൽ റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് റിസോഴ്സസിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. എന്തിനുള്ള കാരണങ്ങളാണ്? ഇക്കണോമിക് പ്രോബ്ലത്തിൻ്റെ കാരണങ്ങൾ. ഇനി നമ്മളിതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയാണ്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. അതായത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, അതും എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. പിന്നെ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ നമ്മൾ വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളത് നമ്മൾ പല ഇക്കോണമിയിലും പലതരത്തിലാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ ആ ഇക്കോണമിയിൽ നിലനിൽക്കുന്ന അവസ്ഥയെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ തീരുമാനങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണ്, നമ്മൾ ഒരു പോവർട്ടി നേരിടുന്ന, ദാരിദ്ര്യം നേരിടുന്ന ഒരു രാജ്യമാണെങ്കിൽ അത്തരത്തിലുള്ള രാജ്യത്തിലെ റിസോഴ്സസ് എല്ലാം എന്തിനു വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം? ആ വിഭവങ്ങളെല്ലാം ഫുഡ് ഗ്രെയിൻസ് അല്ലെങ്കിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി കൂടുതൽ റിസോഴ്സസ് മാറ്റിവെക്കുകയാണ്. ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ അവിടെ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും? എങ്ങനെയുള്ള ഐറ്റംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു രാഷ്ട്രമാണെങ്കിൽ അവിടെ നമ്മൾ റിസോഴ്സസ് എന്തിനു മാറ്റിവെക്കണം? ഫുഡ് ഐറ്റംസ്, ജനങ്ങളുടെ ആവശ്യങ്ങളായ, ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളായ അവരുടെ ഭക്ഷ്യവിഭവങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇനി വേറൊരു രാജ്യമാണ്, ആ രാജ്യത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേ ആർ ഫേസിങ് എ ത്രെറ്റ് ഓഫ് വാർ. ഒരു യുദ്ധഭീഷണി നേരിടുന്ന ഒരു ഇക്കോണമിയാണ് എങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇക്കോണമിയിലെ റിസോഴ്സസ് എല്ലാം എന്തിനു വേണ്ടിയിട്ട് നീക്കി വെക്കണം? ടു പ്രൊഡ്യൂസ് ഡിഫൻസ് ഗുഡ്സ്. ഡിഫൻസ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പ്രതിരോധ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ, ഡിഫൻസ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് ആവശ്യമുള്ള വസ്തുക്കളുടെയാണ് നമ്മൾ ഡിഫൻസ് ഗുഡ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? യുദ്ധ പീരങ്കികളും പിന്നെ പടക്കോപ്പുകളും അല്ലെങ്കിൽ യുദ്ധ വിമാനങ്ങളും യുദ്ധ കപ്പലുകളും എല്ലാം. അതായത് ഒരു ഭീഷണി, അതുപോലെ ഒരു യുദ്ധത്തിൻ്റെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ അവിടെ റിസോഴ്സസ് എല്ലാം ഡിഫൻസ് ഗുഡ്സിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി, പ്രതിരോധ അതായത് യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി റിസോഴ്സസിനെ മാറ്റിവെക്കണം. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ കണ്ടെത്തുന്നത് ആ ഇക്കോണമിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതിന് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ, വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിൽ നമുക്ക് 2 ഗുഡ്സിൻ്റെ ഒരു പ്രൊഡക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഒരു പൊട്ടാറ്റോ ചിപ്സ് ആണ്. പൊട്ടാറ്റോ ചിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഉപ്പേരിനെയാണ് നമ്മൾ പൊട്ടാറ്റോ ചിപ്സ്. ഈ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കുന്നത് അധികവും മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ കാഷ്യൂ നട്ട് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പിൻ്റെ ഉൽപ്പാദനം കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിൽ അധികവും ലേബറേഴ്സിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെക്നിക് ഓഫ് പ്രൊഡക്ഷനാണ്. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിന് ഉള്ള ഒരു ക്വസ്റ്റ്യന് ആൻസർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏത് തരം ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കണം. ടെക്നിക് ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു
പ്രോബ്ലത്തിനെയാണ് നമ്മളിവിടെ ഹൗ ടു പ്രൊഡ്യൂസ്, ഏത് തരം സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗിക്കണം, വിച്ച് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ഈസ് യൂസ്ഡ്. അപ്പോൾ നമ്മളിവിടെ പൊട്ടാറ്റോ ചിപ്സിൽ കൂടുതൽ മെഷീൻസ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. കാഷ്യൂ നട്ട്സിൻ്റെ പ്രൊഡക്ഷൻ ഉൽപ്പാദനത്തിൻ്റെ സമയത്ത് നമ്മൾ അധികം ലേബറേഴ്സിനെയും ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് തരത്തിലുള്ള ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടെക്നിക്ക്, അതായത് കൂടുതൽ മെഷീൻസ് ഉപയോഗിക്കുന്നതിന് നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, മൂലധന തീവ്രത സാങ്കേതിക വിദ്യ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ. ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ തീവ്രത എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ മൂലധനം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ഇനി കാഷ്യൂ നട്ടിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ലേബറേഴ്സിനെയാണ് അധികം ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ്, അത് രണ്ടാമത്തെ ടെക്നിക്കാണ്. എന്താണ്? ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ. അങ്ങനെ രണ്ട് തരം ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഒന്നുകിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക്. അപ്പോൾ അതും എന്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്? ആ ഇക്കോണമിയിൽ ലഭ്യമായിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി. ലേബറാണ് അധികം ലഭ്യമായിട്ടുള്ളതെങ്കിൽ ലേബർ ഇൻറ്റൻസീവിന് ഉപയോഗിക്കും. ക്യാപിറ്റൽ അല്ലെങ്കിൽ മെഷീൻസ് ആണ് അധികം ലഭ്യമായിട്ടുള്ളതെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കും ഉപയോഗിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ടാമത്തെ വീഡിയോ, വിക്ടേഴ്സ് ചാനലിലെ രണ്ടാമത്തെ ക്ലാസ് 2 കാണുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വീഡിയോ സഹിതം അവിടെ കൊടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ ചിപ്സ് എങ്ങനെ നിർമ്മിക്കുന്നു, മെഷീൻസ് ആണ് അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂസിങ് മോർ ക്യാപിറ്റൽ ആൻഡ് ലെസ് ലേബർ, കൂടുതൽ മെഷീൻസും അതോടൊപ്പം തന്നെ കുറച്ച് ലേബറേഴ്സിനെയും മാത്രം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക് ഓഫ് പ്രൊഡക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ. ക്യാപിറ്റൽ ഇൻറ്റൻസീവിൻ്റെ മലയാളം മൂലധന തീവ്രത സാങ്കേതിക വിദ്യ എന്നും. കാഷ്യൂ നട്ട്സ് ഉപയോഗിക്കാൻ ലേബറേഴ്സിനെ കൂടുതൽ ഉപയോഗിക്കുന്നു, അതോടൊപ്പം തന്നെ കുറച്ച് ക്യാപിറ്റൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ്. അങ്ങനെ രണ്ട് തരം ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാൻ നമ്മൾ ഏത് തരം ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ നമ്മുടെ ഇക്കോണമിയിൽ ഉപയോഗിക്കുന്നു. ഇനി അത് എന്തിനടിസ്ഥാനത്തിലാണ് ടെക്നിക്ക് നമ്മൾ തീരുമാനിക്കുന്നത്? ആ ഫാക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ലഭ്യതയെ അനുസരിച്ചും ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റിനനുസരിച്ചും അതിൻ്റെ ചിലവിനനുസരിച്ചും ആ രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ച് നമ്മൾ ഒന്നുകിൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കും. അപ്പോൾ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റംസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്, വിതരണം ചെയ്യുന്നതിനെയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്നതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതരണമാണ്. എന്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തിനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഇടയിലേക്ക് വിതരണം ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ഇൻ ദ ഫോം ഓഫ്, നാഷണൽ ഇൻകത്തിനെ, ദേശീയ വരുമാനത്തിനെ നമ്മൾ 4 രൂപത്തിലാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് ലാൻഡിൻ്റെ റെമ്യൂണറേഷനായ റെൻറ്റ് എന്ന രൂപത്തിലും, ദെൻ ലേബറേഴ്സിന് കൊടുക്കുന്ന വേജും, ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ദെൻ ലാസ്റ്റ് ഓർഗനൈസേഷന് കൊടുക്കുന്ന പ്രോഫിറ്റ്. അപ്പോൾ നാഷണൽ ഇൻകത്തിൻ്റെ വിതരണമാണ് ഫോർ ഹോം ടു പ്രൊഡ്യൂസിൽ നമ്മൾ പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ഏതെല്ലാം രൂപത്തിലാണ്? റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം ആണ് ഇപ്പോൾ പഠിച്ചത്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളത് ഓരോ ഇക്കോണമിയിലും നിലനിൽക്കുന്ന സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങളെ ഓരോ കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷന് വേണ്ടി നീക്കിവെക്കുക. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഏത് തരം ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഉപയോഗിക്കണം. 2 തരം ടെക്നിക് ഓഫ് പ്രൊഡക്ഷനാണ് നമുക്ക് ലഭ്യമായത്. ഒന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷനും രണ്ടാമത്തത് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷനാണ്. എന്താണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കിൽ യൂസിങ് മോർ ക്യാപിറ്റൽ ആൻഡ് ലെസ് ലേബർ ആണ്. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കിൽ യൂസിങ് മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെയും ലേബറിൻ്റെയും ലഭ്യത അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, ചിലവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ 2 ടെക്നിക്കിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉദാഹരണ സഹിതം നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഫോർ ഹോം ടു പ്രൊഡ്യൂസിൽ നമ്മൾ പഠിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ
ഓഫ് നാഷണൽ ഇൻകം ആണ്. നമ്മുടെ ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളെല്ലാം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ പറയുന്നത് നാഷണൽ ഇൻകത്തിന് 4 രൂപത്തിലാണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഒന്നാമത്തത് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ആദ്യത്തത് ലാൻഡിൻ്റെ റെമ്യൂണറേഷൻ പ്രതിഫലമായിട്ടാണ് റെന്റ് വരുന്നത്. ലേബറിൻ്റെ പ്രതിഫലമായിട്ട് വേജ് വരുന്നു. ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനത്തിൻ്റെത് ഇൻട്രസ്റ്റും ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എൻ്റർപ്രണറിൻ്റെത് പ്രോഫിറ്റുമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്താണ് ഇക്കണോമിക് പ്രോബ്ലംസ് എന്താണ്. ഈ പ്രോബ്ലംസ് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റയെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള പ്രസൻറ്റേഷൻ ഉണ്ട്. ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഉണ്ട്, ടാബുലർ പ്രസൻറ്റേഷൻ ഉണ്ട്, ടെക്സ്റ്റിൽ പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലത്തിനെ ഒരു ഗ്രാഫിലേക്ക് പകർത്താൻ പോവാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അതിന് നമ്മൾ സാധാരണ ഷോർട്ട് ഫോം ആണ് ഉപയോഗിക്കാറ്, PPC, അല്ലെങ്കിൽ നമ്മൾ കേർവിന് പകരം ഫ്രോണ്ടിയർ എന്നും ഉപയോഗിക്കാറുണ്ട്. അതിർത്തി എന്ന ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ കേർവിന് പകരം ഫ്രോണ്ടിയർ ഉപയോഗിച്ചാൽ PPF എന്നും നമുക്കിതിനെ ഷോർട്ട് ഫോം ആയിട്ട് പറയാം. ഇത് രണ്ടും സെയിം ആണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഇനി എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? ഇത് എന്താണെന്ന് പറഞ്ഞു, ഇറ്റ് ഈസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം. നമ്മുടെ ഇക്കണോമിക് പ്രോബ്ലത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ എല്ലാം ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുൻപ് നമ്മൾക്ക് കുറച്ച് സങ്കല്പങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. എന്താണ് എസംഷൻസ്? എസംഷൻസ് എന്നാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പഠിക്കുന്നതിന് മുൻപ് നമുക്ക് 4 സങ്കല്പങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സങ്കല്പങ്ങൾ അല്ലെങ്കിൽ എസംഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓൺലി 2 commodities അല്ലെങ്കിൽ 2 goods are produced in the economy. Only 2 goods are produced in the economy. ഇക്കോണമിയിൽ 2 കമ്മോഡിറ്റീസ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ ഗുഡ്സ് ആണ്? നമ്മുടെ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ നിങ്ങൾ വിക്ടേഴ്സ് ചാനൽ കാണുന്നതുകൊണ്ട് അതിൽ പറയുന്ന അതേ എക്സാമ്പിൾ തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കോൺ ആൻഡ് കോട്ടൺ. അതിന് വേണമെങ്കിൽ ഒന്നിനെ എക്സ് എന്നും ഒന്നിനെ വൈ എന്നും കൊടുക്കാം സാധാരണ. അപ്പോൾ 2 കമ്മോഡിറ്റി മാത്രമാണ് ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. Only 2 goods are produced in the economies. Then second point, all resources are fully utilized. എല്ലാ വിഭവങ്ങളെയും ഏറ്റവും മാക്സിമം യൂട്ടിലൈസേഷൻ ആണ്. ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാതെ എല്ലാ റിസോഴ്സസിനെയും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ് മാക്സിമം യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ പറയാം ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളെ നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, സ്കാർസ് റിസോഴ്സസ് ക്യാൻ ബി അലോക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. നമുക്ക് അറിയാം റിസോഴ്സസ് എല്ലാം സ്കേഴ്സ് ആണ്, പരിമിതമായിട്ടുള്ള റിസോഴ്സസ് ആണ് നമ്മുടെ എല്ലാ ഇക്കോണമിയിലും ഉള്ളത്. സ്കേഴ്സ് റിസോഴ്സസ് ക്യാൻ ബി അലോക്കേറ്റഡ്, വിഭജിക്കാനായിട്ട് പറ്റും. ക്യാൻ ബി അലോക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. പലതരത്തിൽ നമുക്ക് റിസോഴ്സസിനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ആയിട്ട് വിഭജിക്കാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് പറയുന്നു, ടെക്നോളജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സാങ്കേതിക വിദ്യയിൽ യാതൊരു പുരോഗതിയും ഇല്ലാതെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നു. ടെക്നോളജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും തന്നെ പുരോഗതി ഇല്ലാതെ ഒരു സ്തംഭനാവസ്ഥയിൽ നമ്മുടെ സാങ്കേതിക വിദ്യയ്ക്ക് യാതൊരു പുരോഗതിയും ഇല്ലാതെ സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? It is a graphical representation of central economic problem. Then what are the assumptions? Production possibility curve ന്റെ assumptions എന്തൊക്കെയാണ്? Only 2 goods are produced in the economy. എക്സ് അല്ലെങ്കിൽ എക്സും പ്രൊഡ്യൂസ് ചെയ്യുന്നു, വൈയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ പറയുന്നു കോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് 2 കമ്മോഡിറ്റി മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? അസംഷൻ ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ്. അതായത് ഉള്ള റിസോഴ്സസിനെ
ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ്. മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? സ്കേഴ്സ് റിസോഴ്സസ് ക്യാൻ ബി അലോക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. നമുക്ക് ഉള്ള റിസോഴ്സസ് എല്ലാം സ്കേഴ്സ് ആണ്, ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ പരിമിതമായിട്ടുള്ള റിസോഴ്സസിനെ ഡിഫറെൻറ്റ് വേസ്, പലതരത്തിൽ നമുക്കതിനെ വിഭജിക്കാനായിട്ട് സാധിക്കും. നാലാമത്തത് ടെക്നോളജി റിമെയിൻസ് കോൺസ്റ്റന്റ്. സാങ്കേതിക വിദ്യ എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു പുരോഗതിയുമില്ല. അത് കൂടുന്നുമില്ല, കുറയുന്നുമില്ല, ഇമ്പ്രൂവ് ചെയ്യുന്നുമില്ല, അതോടൊപ്പം തന്നെ അതിന് നശിക്കുന്നുമില്ല. ടെക്നോളജി എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കും. ഇങ്ങനെ 4 അസംഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ PPC എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു 2 കമോഡിറ്റി ഉണ്ട് നമുക്ക്. എന്തൊക്കെയാണ്? കോൺ ആൻഡ് കോട്ടൺ. അപ്പോൾ ഇക്കോണമിയിലെ റിസോഴ്സസിനെ നമ്മൾ വിഭജിക്കുകയാണ്, അലോക്കേറ്റ് ചെയ്യാണ്. നമുക്കറിയാം സ്കേഴ്സ് റിസോഴ്സസ് ആണ് ഉള്ളത്. ആ സ്കേഴ്സ് റിസോഴ്സസിനെ പരമാവധി എംപ്ലോയ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ പരമാവധി അതിനെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ടെക്നോളജി ആണെങ്കിലും റിസോഴ്സസ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് 2 കമോഡിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ 2 കമോഡിറ്റി കോണും കോട്ടണും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലേക്കുള്ള റിസോഴ്സസിനെ നമുക്ക് പല രീതിയിൽ നമ്മളതിനെ വിഭജിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മുടെ 2, ഒന്ന് കോണാണ്, മറ്റത് കോട്ടൺ ആണ്. ഇനി നമ്മൾ ആദ്യം റിസോഴ്സസിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ കോൺ 1000 പ്രൊഡ്യൂസ് ചെയ്യുന്നു, കോട്ടൺ 9000 പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു സെറ്റാണ്. ഈ ഒരു സെറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഇതിനെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറയും. ഇതൊരു കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ് ആണ്. ഇതിനെ നമ്മൾ പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി. ഇത് ഒന്നാമത്തെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ആണെന്ന് വിചാരിക്കാം. ഉള്ള റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു, ഉള്ള ടെക്നോളജീനെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് 2 കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്തു. കോൺ എന്ന കമോഡിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യുന്നു, കോട്ടൺ എന്ന കമോഡിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതൊരു പോസിബിലിറ്റിയാണ്. അതായത് 1000 കോട്ടണും പ്രൊഡ്യൂസ് ചെയ്യുന്നു, 9000 1000 കോൺ ആൻഡ് 9000 കോട്ടൺ. ഇത്രയും ഇതിനെ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി. ഇനി വീണ്ടും നമുക്ക് ഈ കോണിൻ്റെ അളവ് കൂട്ടണം എന്ന് വിചാരിക്കാം. ഉദാഹരണം നമുക്ക് 2000 ആയിട്ട് കൂട്ടണമെങ്കിൽ ഉടനെ നമുക്ക് ഇനി റിസോഴ്സസ് ഒന്നുമില്ല, ഉള്ളത് മുഴുവൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ല ഇതിനെല്ലാം നമ്മൾ മാക്സിമം ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കോട്ടൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കണം. കോണിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ കോട്ടൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ എത്രയായിട്ട് കുറയ്ക്കണം? 7000 ആയിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പോസിബിലിറ്റി കിട്ടി. ഇപ്പോൾ ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 1000 9000 ആണ്. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 2000 7000 ആണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ, അതായത് നമ്മുടെ റിസോഴ്സസിനെ നമുക്ക് പല രീതിയിൽ വിഭജിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 1000ഉം 9000 ആണ്. രണ്ടാമത്തെ പോസിബിലിറ്റി 2000ഉം 7000 ആണ്. ഇതിൻ്റെ ഈ പോസിബിലിറ്റി പ്രൊഡക്ഷൻ പോസിബിലിറ്റികളുടെ കളക്ഷൻ, കൂട്ടത്തിനെ പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഇനിയും കുറേ സെറ്റുകൾ നമ്മൾ എഴുതാൻ പോകുന്നുണ്ട്. അപ്പോൾ കുറേ പോസിബിലിറ്റീസ് നമുക്ക് എഴുതണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും ടെക്നോളജിയും മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 2 കമോഡിറ്റിയുടെ കോമ്പിനേഷനുകളുടെ ഒരു കൂട്ടത്തിന് പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ആണ് ആദ്യം നോക്കേണ്ടത്. പോസിബിലിറ്റീസ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ്, ഉൽപാദന സാധ്യതകൾ. പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ആദ്യം നമുക്ക് പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? A, B, C, D ആൻഡ് E. 5 പോസിബിലിറ്റീസ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി കോണും ഉണ്ട്, ദെൻ കോട്ടനും ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ റിസോഴ്സസിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു, ടെക്നോളജിയും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ്, ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ A എന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കോൺ 0യും കോട്ടൺ 10ഉമാണ്. ഇതൊരു പ്രൊഡക്ഷൻ പോസിബിലിറ്റിയാണ്. രണ്ടാമത്തത് കോണിൻ്റെ അളവ് കൂട്ടാണ്, ഉടനെ
കോണിൻ്റെ അളവ് കൂട്ടുകയും അതോടൊപ്പം തന്നെ എന്തിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, കോട്ടൻ്റെ അളവ് കുറച്ചു. അപ്പോൾ ഇവിടെ 1000 9000 എന്ന് പറഞ്ഞ ആ സംഭവം തന്നെയാണ് 1 9. ഇനി അടുത്ത് നോക്കുക, കോണിൻ്റെ അളവ് വീണ്ടും നമ്മൾ കൂട്ടി 2 യൂണിറ്റ് ആയപ്പോൾ ഇവിടെ കോട്ടൻ്റെ അളവ് കുറയ്ക്കേണ്ടി വന്നു. എത്രയായിട്ട് കുറച്ചു, 9 നിന്നും 7 കുറച്ചു. ഇനി ഡി എന്നൊരു പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിൽ വീണ്ടും നമ്മൾ കോണിൻ്റെ അളവ് കൂട്ടി. അപ്പോൾ വീണ്ടും ഏതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കേണ്ടി വന്നു, കോട്ടൻ്റെ അളവ് 4 കുറയ്ക്കേണ്ടി വന്നു. അടുത്ത സെറ്റും കൂടി നമുക്ക് എഴുതാം. കോണിൻ്റെ അളവ് മാക്സിമമായി 4. അപ്പോൾ ഇവിടെ കോട്ടൻ്റെ അളവ് 0 ആയി. അപ്പോൾ ഈ 2 പോയിന്റ് എയും ഇയും അല്ലേ, ഫസ്റ്റ് പോസിബിലിറ്റി എയുമാണ്, ലാസ്റ്റ് പോസിബിലിറ്റി ഇ ആണ്. ഇതിൻ്റെ രണ്ടിനും പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇക്കോണമിയിൽ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എ എന്ന പോസിബിലിറ്റി എടുക്കുമ്പോൾ കോണിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഏതിൻ്റെ മാത്രമേ നടക്കുന്നുള്ളൂ, കോട്ടൺ മാത്രം. ഇ എന്നൊരു പോസിബിലിറ്റി എടുത്ത് നോക്കൂ, കോണിൻ്റെ പ്രൊഡക്ഷൻ 4, കോട്ടൺ ഇല്ല. അപ്പോൾ നമ്മളിവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്താണെന്ന് പഠിച്ചു. എന്താണ്, ഓരോ പോസിബിലിറ്റിയിലും 0 10 എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ, ഇതൊരു പോസിബിലിറ്റിയാണ്. ഇത് രണ്ടാമത്തെ പോസിബിലിറ്റി, മൂന്നാമത്തത്, ഇത് നാലാമത്തത്, അഞ്ചാമത്തത്. ഈ 5 പോസിബിലിറ്റി പ്രൊഡക്ഷൻ പോസിബിലിറ്റിയുടെ, അതായത് 2 കമോഡിറ്റീസിൻ്റെ കോമ്പിനേഷൻ, ഇതിൻ്റെ എല്ലാം ഒരു കളക്ഷന് നമ്മൾ പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ കളക്ഷനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഇനി നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേർവ് വരയ്ക്കാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ വരയ്ക്കാം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതേ ഷെഡ്യൂൾ ഉപയോഗിച്ച്, ഈ ഒരു പട്ടിക ഉപയോഗിച്ച് നമ്മളൊരു കേർവിനെ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് 2 ആക്സിസ് ആണുള്ളത്. വൈ ആക്സിസ് ആണ് വെർട്ടിക്കലായിട്ട് പോകുന്ന ഇതിനെ നമ്മൾ വൈ ആക്സിസ് എന്നും, ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് നമ്മുടെ എക്സ് ആക്സിസുമാണ്. ഈ വൈ ആക്സിൽ നമ്മൾ കോണിനെയും ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ കോട്ടനെയും അടയാളപ്പെടുത്തും. അപ്പോൾ കോൺ 0 മുതൽ 4 വരെയാണ് അല്ലേ, 0 1 2 3 4. കോട്ടൺ എടുക്കുമ്പോൾ എത്രയുണ്ട്, 10 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ 2 4 6 8 10, 2 4 6 8 10. ഇനി നമ്മൾ ഓരോ കോമ്പിനേഷൻ എടുക്കാൻ പോവാണ്. എ എന്ന കോമ്പിനേഷൻ എടുത്താൽ 0 യൂണിറ്റ് കോണും കോട്ടൺ 10 യൂണിറ്റ്സ്. ദെൻ ബി 1 യൂണിറ്റ് കോണും 9 യൂണിറ്റ് കോട്ടനും. സി 2 യൂണിറ്റ്സ് കോണും 7 യൂണിറ്റ്സ് കോട്ടനും. ഡി 3 യൂണിറ്റ്സ് കോൺ 4 യൂണിറ്റ്സ് കോട്ടൺ. ഇ എന്നുള്ള 4 യൂണിറ്റ് കോണും 0 യൂണിറ്റ് കോട്ടൺ. അപ്പോൾ നമുക്കിങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കേർവിനെ നമ്മൾ എന്ത് പറയും, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേർവ്. ഇത് ഞാൻ സ്കെയിലൊന്നും കേർവ് വരയ്ക്കുമ്പോൾ അല്ലെങ്കിലും സ്കെയിൽ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ അടയാളപ്പെടുത്തിയ പോയിന്റുകൾ കൂട്ടി യോജിപ്പിക്കും നമുക്ക് കിട്ടുന്നത് ഒരു ഇങ്ങനെയൊരു സംഭവമാണ് കിട്ടുക. എന്താണ്, കോൺകേവ് ഷേപ്പിൽ നമുക്ക് എ ബി സി ഡി ഇ ഈ 5 പോയിന്റും മാർക്ക് ചെയ്യുന്ന, ഇതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ PPF അല്ലെങ്കിൽ PPC എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ഈ കോമ്പിനേഷൻ, അതായത് 0 10 1 9 2 7 3 4 4 0, ഇതെല്ലാം ഈ പോയിന്റ്സ് എല്ലാം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ആണ്. നല്ല രീതിയിൽ നമ്മൾ എല്ലാ റിസോഴ്സസിനെയും ഉപയോഗിച്ചിരിക്കുന്നു. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, നമ്മുടെ വിഭവങ്ങളെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത്. ഏത് പോയിന്റ്സ് ആണെങ്കിലും, എനി പോയിന്റ്സ് ഓൺ ദ PPC, points on the PPC shows full employment of resources. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ്സ് ഓൺ ദ PPC,
പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്മേലുള്ള ഏതൊരു പോയിന്റും എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് ആണ്. നല്ല രീതിയിൽ നമ്മൾ ഈ റിസോഴ്സസ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലൊരു പോയിന്റ് കാണിക്കുകയാണ് എം, അതായത് നല്ല രീതിയിൽ റിസോഴ്സസ് നമ്മൾ ഉപയോഗിച്ചു. നമ്മളിപ്പോൾ ഇതിൽ ക്ലാസ്സിൽ പറയുന്ന ഒരു ഉദാഹരണം, കൊറോണയുടെ സമയമായപ്പോൾ ലോക്ക്ഡൗൺ വന്നു. ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് ഒരു പ്രൊഡക്ഷൻ നടക്കുന്നതൊക്കെ വളരെ കുറഞ്ഞു. പല ഫാക്ടറികളും പല പ്രൊഡക്ഷൻ യൂണിറ്റുകളും അടച്ചിടേണ്ടി വന്നു. ആ സമയത്ത് അവിടെ ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് അല്ല എന്ന് പറഞ്ഞാൽ അവിടെ അണ്ടർ യൂട്ടിലൈസേഷൻ ആണ്. അതായത് നമുക്ക് നല്ല രീതിയിൽ വിഭവങ്ങളെ ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ താഴെയുള്ള ഈ പോയിന്റ് എന്തിനെയാണ് കാണിക്കുന്നത്? ഇറ്റ് ഡിനോട്ട് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇനി നമ്മൾ പ്രൊഡക്ഷൻ വല്ലാതെ കൂട്ടാണ്, നമ്മുടെ ഇക്കോണമിയിൽ സാങ്കേതിക വിദ്യയൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഒരവസ്ഥ വരികയാണെങ്കിൽ എല്ലാ പ്രൊഡക്ഷൻ വല്ലാതെ കൂടും. അതായത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഈ ഗ്രോത്തിനെ കാണിക്കുന്നത് എന്താണ്? ദർ ഈസ് എ ഷിഫ്റ്റ്, ഒരു റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വന്നു. ഒറിജിനൽ PPC നിന്നും ഒരു റൈറ്റ് സൈഡിലോട്ട്, നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ഒരു ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് എന്തിനെയാണ് കാണിക്കുന്നത്? ദർ ഈസ് എ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. നമ്മുടെ വിഭവങ്ങളെല്ലാം വളരെയധികം കൂടി. ഇതിനെയാണ് നമ്മൾ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലത്തിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. അത് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ എസംഷൻസ് 4 പറയണം. അതായത് ഉള്ള റിസോഴ്സസ് എല്ലാം ടെക്നോളജിയും റിസോഴ്സസും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കമോഡിറ്റീസിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ പല പല കോമ്പിനേഷൻസ് വരാണ്. രണ്ട് കമോഡിറ്റിയുടെ പല പല കോമ്പിനേഷൻ. ആ കോമ്പിനേഷൻ്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിനെ ഒരു ഡയഗ്രത്തിലേക്ക് പകർത്തിയപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഷെഡ്യൂൾ വരച്ചു. നമുക്ക് ഈ ഷെഡ്യൂളിൽ വേറൊരു കാര്യം കൂടി നമുക്ക് ഇവിടെ വിട്ടുപോയതുണ്ട്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോണിൻ്റെ അളവ് കൂട്ടാൻ നമ്മൾ എന്തിൻ്റെ അളവിനെ സാക്രിഫൈസ് ചെയ്തു? വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കോണിൻ്റെ അളവ് കൂട്ടുന്നതിന് വേണ്ടി കോട്ടൻ്റെ പ്രൊഡക്ഷനെ നമ്മൾ കുറച്ചു എന്ന് പറഞ്ഞാൽ കോട്ടൺ വേണ്ടെന്ന് വെച്ചിട്ടാണ് എന്തിൻ്റെ അളവ് നമ്മൾ കൂട്ടിയത്? കോണിൻ്റെ അളവ് കൂട്ടിയത്. അപ്പോൾ ഏതൊരു കമോഡിറ്റിയാണോ നമ്മൾ ഫോർഗോൺ ചെയ്യുന്നത്, ഏത് കമോഡിറ്റീനെയാണോ നമ്മൾ ഉപേക്ഷിച്ചത്, ഇപ്പോൾ 10ൽ നിന്നും 9 കോട്ടൻ്റെ അളവ് നമ്മൾ വേണ്ടെന്ന് വെച്ചു, 9ൽ നിന്നും 7 കോട്ടൻ്റെ അളവ് കുറച്ചു. അപ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റുന്നുള്ളൂ, കോണിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എത്രമാത്രം കമോഡിറ്റി ആണോ നമ്മൾ ഫോർഗോൺ ചെയ്തത്, എത്രമാത്രം കമോഡിറ്റി വേണ്ടെന്ന് വെച്ചു. ഇപ്പം ഇവിടെ നോക്കാം, ഒരു യൂണിറ്റ് കോണിൻ്റെ അളവ് കൂട്ടാൻ ഇവിടെ ഒരു യൂണിറ്റ് 10ൽ നിന്നും 9 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് കോട്ടനെ വേണ്ടെന്ന് വെച്ചു. വീണ്ടും ഒരു യൂണിറ്റ് കോണിൻ്റെ അളവ് കൂട്ടാൻ ഇവിടെ 2 യൂണിറ്റ് കോട്ടൺ വേണ്ടെന്ന് വെച്ചു. ഇനിയും ഒരു യൂണിറ്റ് കോണിൻ്റെ അളവ് കൂട്ടാൻ ഇവിടെ 3 യൂണിറ്റിന് വേണ്ടെന്ന് വെച്ചു. വീണ്ടും ലാസ്റ്റ് ഒരെണ്ണം കൂടി കൂട്ടാൻ നമ്മൾ 4 യൂണിറ്റിന് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ. ഏതൊരു ഐറ്റമാണ് അല്ലെങ്കിൽ ഏതാണോ നമുക്ക് നെക്സ്റ്റ് ബെസ്റ്റ്, ഏറ്റവും നല്ലതിനെ സ്വീകരിച്ചു, നെക്സ്റ്റ് ബെസ്റ്റിന് നമ്മൾ വേണ്ടെന്ന് വെച്ചു അല്ലേ. ഏറ്റവും നല്ലതിനെ നമുക്ക് 2 ഓപ്ഷൻ ഒരുപോലെ 2 ജോലി കിട്ടുകയാണ്, ഒരേ സമയം തന്നെ 2 ജോലി കിട്ടുന്നു. ഏറ്റവും നല്ലത് ഹൈ സാലറി ഉള്ളത് നമ്മൾ സ്വീകരിക്കുന്നു, രണ്ടാമത്തെ നല്ലതിനെ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു. അപ്പോൾ ഏതിനെയാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചത് അതിൻ്റെ വിലയെയാണ് നമ്മൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് of a commodity that is foregone for obtaining another one. മറ്റൊന്ന് നേടാൻ ഒരു കമോഡിറ്റിയെ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു, അതിൻ്റെ കോസ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എങ്ങനെയാണ് ഇവിടെ 1 2 3 4 എന്ന് കിട്ടിയത്? ഏതിനെയാണോ നമ്മൾ വേണ്ടെന്ന് വെച്ചത്, ഫസ്റ്റ് നമുക്കറിയില്ല 10ൽ നിന്നും 9 വേണ്ടെന്ന്, 10ൻ്റെ അളവ് 10ൽ നിന്നും 9 ആയപ്പോൾ ഒരെണ്ണാണ് കുറഞ്ഞത്.
അപ്പോൾ നമ്മൾ ആദ്യം 10 നേരെ ഒരു ഹൈഫൺ ഇട്ടിട്ട് 10 നിന്നും 9 ആവുമ്പോൾ 1 നമ്മൾ മൈനസ് ചെയ്തത്. 9 നിന്നും 7 ആവുമ്പോൾ അതിന് എത്രയാണ് ഡിഫറൻസ്? 2 ആണ്. 7 നിന്നും 4 ആവുമ്പോൾ നമ്മൾ എത്ര എണ്ണത്തിന് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്? 3 എണ്ണത്തിന് വേണം. 4 നിന്ന് 0 ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ 4 എണ്ണത്തിന് വേണ്ടെന്ന് വെച്ചു. അപ്പം നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന ഐറ്റം അല്ലെങ്കിൽ കമോഡിറ്റി ഏതാണോ അതിൻ്റെ വിലയെ മാറുന്ന പേരാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പോയിന്റ്സ് ഓൺ PPC ഷോസ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. ഈ പോയിന്റ്സ് എല്ലാം, അതായത് PPCയുടെ മുകളിലുള്ള ഓൺ ദ PPC എന്നാണ് പറയുന്നത് അല്ലേ, ABCDE, ഈ പോയിന്റ്സ് എല്ലാം എന്തിനു കാണിക്കുന്നു? ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് കാണിക്കുകയാണ്. ഇനി M എന്നുള്ള പോയിന്റ് ഉള്ളിലാണ്, ഇതെന്തിനെ കാണിക്കുന്നു? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, എന്താണ്? ദർ ഈസ് എ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഗ്രോത്ത് വന്നത് എപ്പോഴാണ്? നമ്മുടെ റിസോഴ്സസ് കൂടിയപ്പോൾ PPCക്ക് എന്ത് സംഭവിച്ചു? അത് റൈറ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിനെ നമ്മൾ പറയുന്നു ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. അങ്ങനെ ഇവിടെ 3 കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണ്, നമ്മുടെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.